അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്മയുടെ പാതയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു, ദുആയിരക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വളരെ സുപ്രധാനമായ ഒരു കാര്യം. സാധാരണക്കാർക്ക് കൂടുതൽ പിഴവ് സംഭവിക്കുന്ന, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്ന നിസ്കാരത്തിലെ ഒരു തെറ്റിനെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും അറിവില്ലാത്തവരല്ല. അറിവില്ലാത്തവർക്ക് ഈ പറയുന്നത് ഒരു ഉപകാരമായാൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇരുലോകത്തും അത് നന്മയാണ് എന്നതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുവെ പള്ളികളിലൊക്കെ ജമാഅത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ധൃതിയും അതുപോലെ തന്നെ തത്രപ്പാടിന്റെ ഇടയിലുമൊക്കെ നമ്മൾ പള്ളിയിലേക്ക് ഓടി കയറി ചെല്ലുന്ന സമയത്ത് ഇമാമ് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ ഒളു എടുത്ത് ഓടി കയറി ചെല്ലുന്നത്. ആ സമയത്ത് നമ്മൾ സ്വഫിലേക്ക്, വരിയിലേക്ക് എത്തിപ്പെടുമ്പോൾ ഇമാമ് റുക്കൂഇലേക്ക്, ഫാത്തിഹയും സൂറത്തും എല്ലാം കഴിഞ്ഞ് റുക്കൂഇലേക്ക് എത്തിയിട്ടുണ്ടാകും. നാം സാധാരണയായി ചെയ്യാറുള്ളത് ഓടിപ്പോയി കൈകെട്ടി ഇമാമിനോടൊപ്പം റുക്കൂഇലേക്ക് പോകും. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് കാര്യം മാറിപ്പോകുന്നത്. കാര്യം എന്തെന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകോ? പല ചെറുപ്പക്കാരും സംശയമായി വന്ന് ചോദിക്കാറുണ്ട് ഇത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്ന സമയത്ത് പിന്തി വരുന്ന ഒരാൾ ഓടി വന്ന് കൈകെട്ടുന്ന സമയത്ത്, ഇമാമിനോടൊപ്പം തുടരുമ്പോൾ, ഇമാം റുക്കൂഇലേക്ക് പോയ സമയത്ത് തുടരുമ്പോൾ നിർബന്ധമായും നിസ്കാരത്തിന്റെ നിയ്യത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിരിക്കണം. അതോടൊപ്പം ഇമാം റുക്കൂഇൽ നിൽക്കെ ഇമാമിനോടൊപ്പം റുക്കൂഅ് ചെയ്ത് ഇമാമിനോടൊപ്പം ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന സമയമെങ്കിലും റുക്കൂഇൽ ഇമാമിനോടൊപ്പം നമുക്ക് ലഭിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ആ റക്അത്ത് ലഭിക്കുകയില്ല. നമ്മൾ ഓടിയെത്തി, നിയ്യത്ത് വെച്ചു, തക്ബീർ ചൊല്ലി, ഫാത്തിഹ ഓതാൻ അവിടെ നിൽക്കണ്ട. മസ്ബൂക്കായി വരുന്ന ആൾ ഫാത്തിഹ ഓതേണ്ടതില്ല. അയാളുടെ ഫാത്തിഹ ഇമാമു വഹിക്കും. അതാണ് ഇമാമും ജമാഅത്തും നിസ്കാരത്തിന്റെ പ്രാധാന്യം. അതാണ്. താമസിച്ചു വരുന്നയാൾ, അദ്ദേഹത്തിന് ഫാത്തിഹ ഓതാനുള്ള സമയം ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹം റുക്കൂഅ് ചെയ്യുക. അദ്ദേഹം ഇമാമിനോടൊപ്പം റുക്കൂഅ് ചെയ്ത് ഒരു തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അത്രയും മതി. ഒരു സുബ്ഹാനല്ലാഹയുടെ സമയമെങ്കിലും ഇമാമിന്റെ കൂടെ അയാൾക്ക് ലഭിച്ചാൽ, അഥവാ ഞാനൊരു സുബ്ഹാനല്ലാഹ് ചെല്ലുന്ന സമയം കഴിഞ്ഞിട്ടാണ് ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞതെങ്കിൽ അയാൾക്ക് ആ റക്അത്ത് കിട്ടി. അദ്ദേഹം ഫാത്തിഹ ഓതേണ്ടതില്ല. ഫാത്തിഹ ഓതാതെ തന്നെ അദ്ദേഹത്തിന് ആ റക്അത്ത് ലഭിച്ചു. നേരെ മറിച്ച് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന സമയം പോലും ഇമാമിനോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ആ റക്അത്ത് ലഭിച്ചിട്ടില്ല. ഇനി അബദ്ധധാരയിൽ ആ റക്അത്ത് കിട്ടി എന്ന് പറഞ്ഞ് ളുഹർ നിസ്കാരം ഒന്നാം റക്അത്ത് ലഭിക്കാതെ അയാൾ അവസാനം സലാം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് 3 റക്അത്തേ ആയിട്ടുള്ളൂ. ളുഹർ നിസ്കാരം 4 റക്അത്താണ്. ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ആളുകളും ഓടി വന്ന് നിയ്യത്ത് തന്നെ വെക്കുന്നുണ്ടോ എന്ന സംശയമാണ്. ഓടി വന്ന് അല്ലാഹു അക്ബർ പറഞ്ഞ ഒറ്റ കുനിയലാണ്. സത്യത്തിൽ നിയ്യത്ത് വെച്ച് തക്ബീർ ചൊല്ലി റുക്കൂഇലേക്കെത്തി ഇമാമിനോടൊപ്പം ഒരു തസ്ബീഹ് ചൊല്ലുന്ന സമയം, ചൊല്ലണമെന്നില്ല, ചൊല്ലുന്ന സമയമെങ്കിലും ഇമാമിനോടൊപ്പം കിട്ടിയാലേ ആ റക്അത്ത് ലഭിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. താമസിച്ചു വരുന്നവർ ഒന്നാമത്തെ റക്അത്ത്, ഉദാഹരണമായി ളുഹർ നിസ്കാരം
ഒന്നാമത്തെ റക്അത്തിൽ താമസിച്ചാണ് എത്തിയത്, അഥവാ ഇമാം റുക്കൂഇലേക്ക് പോകാൻ അല്പസമയം മുമ്പ് നമ്മൾ എത്തിച്ചേർന്നാൽ കൈകെട്ടി നമ്മൾ ചെയ്യേണ്ടത് വജ്ഹത്ത് ഓതലല്ല. വജ്ഹത്ത് സുന്നത്താണ്. നേരെ മറിച്ച് ഫാത്തിഹ ഫർളാണ്, നിർബന്ധമാണ്. ഓതിയില്ലെങ്കിൽ നിസ്കാരം കിട്ടൂല. വജ്ഹത്ത് ഓതിയില്ലേലും നിസ്കാരം ലഭിക്കും. ഈ താമസിച്ചു വന്നവൻ വജ്ഹത്ത് ഓതി നിന്നാൽ ആ സമയത്ത് ഇമാം റുക്കൂഇലേക്ക് പോയാൽ ഇനി ഇയാൾ എത്രത്തോളം വജ്ഹത്ത് ചൊല്ലിയോ അത്രയും ഫാത്തിഹ ഓതിയിട്ടേ ഇമാമിനോടൊപ്പം റുക്കൂഅ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം വജ്ഹത്ത് ഓതിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇമാം അങ്ങ് റുക്കൂഇലേക്ക് പോയി നമ്മൾ ഫാത്തിഹ ഓതാതെ ഇമാമിനോടൊപ്പം അങ്ങ് റുക്കൂഇൽ പോയാൽ അയാൾക്ക് ആ റക്അത്ത് ലഭിക്കുകയില്ല. ഇത് പ്രത്യേകമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം പലരുടെയും നിസ്കാരം വെറുതെ സമയം കളയൽ മാത്രമായി തീരും. ഇത് പ്രത്യേകം എന്റെ സുഹൃത്തുക്കൾ ഓർമ്മയിൽ വെക്കണമെന്നും ആവശ്യമുള്ളപ്പോൾ അത് ഉപകാരപ്പെടുത്തണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ വിനീതിനു വേണ്ടി ദുആ ഇറക്കണം ഇൻഷാ അല്ലാഹ്. എന്റെ ദുആകളിൽ എന്റെ സുഹൃത്തുക്കൾ മുഴുവനും ഉണ്ടാകും എന്ന് വസിയത്തായി പറഞ്ഞുകൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.